നമസ്കാരം. മലയാള സിനിമയിലെ മെഗാസ്റ്റാർ മമ്മൂട്ടി രാജ്യസഭ എംപിയാവാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറെ ആഗ്രഹിച്ചിരുന്നുവെന്നും അതില്ലാതാക്കിയത് ചിലരുടെ ഗൂഢാലോചനയാണ് എന്നും ആരോപിച്ചുകൊണ്ട് നടനും സംവിധായകനുമായ ആലപ്പി അഷ്റഫ് രംഗത്ത്. തന്റെ യൂട്യൂബ് ചാനലായ ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും പങ്കുവെച്ച വീഡിയോയിലാണ് അദ്ദേഹം ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. മമ്മൂട്ടിയോടുള്ള പിണറായിയുടെ താല്പര്യത്തെക്കുറിച്ചും അദ്ദേഹം മനസ്സ് തുറക്കുന്നുണ്ട്. മമ്മൂട്ടിയെ രാജ്യസഭയിലെത്തിക്കാൻ പിണറായി വിജയന് പദ്ധതിയുണ്ടായിരുന്നു. എന്നാൽ മമ്മൂട്ടി ഈ ഓഫർ സ്വീകരിക്കുമായിരുന്നു എന്ന കാര്യത്തിൽ തനിക്ക് വ്യക്തതയില്ല എന്നും ആലപ്പി അഷ്റഫ് ചൂണ്ടിക്കാണിച്ചു. കൈരളി ചാനലിന്റെ ചെയർമാൻ കൂടിയായ നടൻ മമ്മൂട്ടി ഇടതുപക്ഷ സഹയാത്രികനായിരുന്നു. തന്റെ രാഷ്ട്രീയ നിലപാടുകൾ വെളിപ്പെടുത്തിയിട്ടുള്ള ചുരുക്കം ചില സൂപ്പർ താരങ്ങളിൽ ഒരാൾ കൂടിയായിരുന്നു നടൻ മമ്മൂട്ടി. മമ്മൂട്ടി ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളെക്കുറിച്ചെല്ലാം നമുക്കറിയാവുന്നതാണ്. മമ്മൂട്ടിയെ രാജ്യസഭാ മെമ്പറായി തിരഞ്ഞെടുക്കാൻ പിണറായി വിജയന് ആഗ്രഹമുണ്ടായിരുന്നു. പിണറായിക്ക് മമ്മൂട്ടിയോട് പ്രത്യേക വാത്സല്യവും സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്നു. ഞാനിവിടെ വെളിപ്പെടുത്തുന്ന ഈ കാര്യം ചിലർക്കെങ്കിലും വിശ്വാസയോഗ്യമായി തോന്നില്ല എന്ന് അഷ്റഫ് പറയുന്നു. എന്നാൽ സത്യത്തെ സ്വർണപാത്രം കൊണ്ട് മൂടിയാലും ഒരു നാൾ അത് മറനീക്കി പുറത്തു വരും. മമ്മൂട്ടിയെ രാജ്യസഭാംഗമാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഈ തീരുമാനം ചിലർ മണത്തറിഞ്ഞു. അത് അവരെ വല്ലാതെ അലോസരപ്പെടുത്തി. എന്നാലും ഈ ഓഫർ മമ്മൂട്ടി സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. മമ്മൂട്ടി ഏറെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയും ചെയ്യുന്ന ചുരുക്കം ചില സ്നേഹിതർ പാർട്ടിയിലുണ്ടായിരുന്നു. ഒരിക്കൽ മമ്മൂട്ടിയുടെ വിശ്വസ്തനായ സ്നേഹിതൻ മുഖ്യമന്ത്രിയുടെ ചേംബറിൽ ഇരിക്കുകയായിരുന്നു. അന്നത്തെ ഒരു പ്രധാന വിഷയം സംസാരിക്കാനായിട്ട് അദ്ദേഹം മമ്മൂട്ടിയെ ഫോൺ ചെയ്യുന്നു. എന്നാൽ മമ്മൂട്ടി ആ വിഷയത്തിൽ ശരിക്കും മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് ചെയ്തത്. മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ആ സ്നേഹിതൻ ഫോൺ സംഭാഷണം സ്പീക്കറിലേക്ക് മാറ്റുകയായിരുന്നു. മമ്മൂട്ടി ഇതൊന്നും അറിയാതെ മുഖ്യമന്ത്രിക്കെതിരെ നിശിതമായ വിമർശനങ്ങൾ ഉന്നയിച്ചു. എന്താണ് അദ്ദേഹം കാണിക്കുന്നത്? അദ്ദേഹത്തിന് ഇതൊന്നും മനസ്സിലാവുന്നില്ലേ എന്നൊക്കെ മമ്മൂട്ടി ചോദിച്ചിരുന്നു. ഇത് മുഖ്യമന്ത്രി നേരിട്ട് കേൾക്കുകയും ഇതോടെ മുഖ്യമന്ത്രിയുടെ മുഖത്ത് വലിയൊരു മാറ്റം ഉണ്ടാവുകയും ചെയ്തു. മമ്മൂട്ടി പറഞ്ഞത് കേട്ട് മുഖ്യമന്ത്രി വല്ലാതെ അസ്വസ്ഥനുമായി. മമ്മൂട്ടിയെ കുറിച്ച് ആരെങ്കിലും മോശമായി സംസാരിക്കുന്നത് പോലും ഇഷ്ടമില്ലാത്തയാളാണ് മുഖ്യമന്ത്രി. ഒരിക്കൽ ഡൽഹിയിൽ കൈരളി ടിവിയുടെ ഒരു മീറ്റിംഗിൽ വെച്ച് ആരോ ഒരാൾ മമ്മൂട്ടിക്കെതിരെ എന്തോ ഒന്ന് പറഞ്ഞപ്പോൾ ഇരിയട അവിടെ എന്ന് മുഖ്യമന്ത്രി ആക്രോശിച്ചിരുന്നു. എന്നാൽ അതേ മമ്മൂട്ടി തനിക്കെതിരെ സംസാരിക്കുന്നത് കേട്ടതോടെ മുഖ്യമന്ത്രിയുടെ മുഖം മാറി. പിന്നീട് പിണറായി വിജയൻ ഒരക്ഷരം പോലും വേണ്ടിയിട്ടില്ല എന്നും ആലപ്പി അഷ്റഫ് വെളിപ്പെടുത്തി. എന്നാൽ പിന്നീട് ഈ വിവരം മറ്റാരോ മമ്മൂട്ടിക്ക് ചോർത്തി നൽകുകയുണ്ടായി. ഉടൻ തിരുവനന്തപുരത്തേക്ക് തിരിച്ച അദ്ദേഹം ക്ലിഫ് ഹൗസിലെത്തി മുഖ്യമന്ത്രിയെ കണ്ടു. ശേഷം അത്തരത്തിൽ സംസാരിക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് പിണറായിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും പ്രശ്നം പരിഹരിക്കുകയുമാണ് ചെയ്തത് എന്നും ആലപ്പി അഷ്റഫ് പറയുന്നു.